ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. കഴിഞ്ഞൊരു 3-4 ദിവസമായിട്ട് നമ്മൾ കൂടുതൽ കേൾക്കുന്നതാണ് ഈ ഷിഗല്ല ഇൻഫെക്ഷൻ പല സ്ഥലങ്ങളിലും വ്യാപിക്കുന്നുണ്ട്. കോഴിക്കോടെല്ലാം ഇത് വന്നിട്ട് ചില കുട്ടികൾ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞ ദിവസം നമ്മുടെ ആരോഗ്യമന്ത്രി പറയുകയുണ്ടായി, ഇത് ആരോഗ്യ വകുപ്പിനെ കൊണ്ട് മാത്രം നിയന്ത്രിക്കാൻ സാധിച്ചില്ല, തദ്ദേശ സ്വയംഭര വകുപ്പ് കൂടി ഇതിനകത്ത് ഇടപെടണം, അതായത് കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയൊക്കെ ഇതിനകത്ത് ഇടപെടേണ്ടതുണ്ട്. ഇത് കേൾക്കുമ്പോൾ പലർക്കും ഭയമാണ്. പ്രത്യേകിച്ച് ഇതെല്ലാം വാർത്തയിൽ തുടർച്ചയായിട്ട് വരുന്നുണ്ട്. മാതാപിതാക്കൾ തന്നെ ഡോക്ടർമാരോട് വിളിച്ചു ചോദിക്കുക. എന്നെ തന്നെ കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു, കുട്ടികളെ സ്കൂളിൽ വിടാൻ പാടുണ്ടോ, ഷിഗല്ല ഇൻഫെക്ഷൻ പടർന്നു പിടിക്കുകയില്ലേ, എന്ത് ചെയ്യണം, സൂക്ഷിക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് ഷിഗല്ല എന്നുള്ളത് പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇത് പുതിയതായിട്ട് വന്ന ഒരു ഇൻഫെക്ഷൻ അല്ല. സാധാരണഗതിയിൽ ഈ രോഗാണുക്കൾ മനുഷ്യർക്ക് വയറിളക്ക രോഗം ഉണ്ടാക്കുന്നത് സാധാരണ 2 തരത്തിലാണ്. ഒന്ന് ബാക്ടീരിയലുണ്ട്, ഒന്ന് വൈറലുണ്ട്. ഇതിനകത്ത് ഈ ബാക്ടീരിയൽ വിഭാഗത്തിൽ വരുന്ന ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന വയറിളക്ക രോഗമാണ് ഷിഗല്ല ഇൻഫെക്ഷൻ, ഷിഗല്ലോസിസ് എന്നൊക്കെ പറയും. ഇത് പുതിയൊന്നുമല്ല. എല്ലാ കാലഘട്ടത്തിലും ഈ മഴക്കാലം തുടങ്ങുന്ന സമയത്തോ ഈ കൂടുതലായിട്ട് വെള്ളം കൂടുതലായിട്ട് ഇപ്പോൾ നമ്മുടെ കുടിവെള്ളമൊക്കെ ആയിട്ട് കലരുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഇപ്പോൾ ഓടകളിലെ വെള്ളമോ കിണറിലെ വെള്ളത്തിനകത്തെല്ലാം മലിനജലം കലരുന്ന ഒരു സമയത്ത് ഈ ഷിഗല്ല ഇൻഫെക്ഷൻ വരാറുണ്ട്. ഇത് പക്ഷേ ആൾക്കാർക്ക് ഈ ഷിഗല്ല എന്ന വാക്ക് അത്ര പരിചയമില്ല. പലരും ഈ ബാക്ടീരിയൽ വയർ ഇൻഫെക്ഷൻ, വയറ് കടി എന്നൊക്കെ ചില സ്ഥലങ്ങളിൽ പറയും. വയറ്റിൽ നിന്നും മലം ലൂസായിട്ട് കഞ്ഞിവെള്ളം പോലെ പോവുക, അതോടൊപ്പം രക്തവും കഫവും കൂടെ കാണുന്ന ഒരു സാഹചര്യം. ഈ ഒരു സാഹചര്യത്തിൽ വയറിളക്കം, ഇത് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും നേരത്തെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം ചിലർക്ക് പനിയുണ്ടാകും, ചിലർക്ക് അടിവയറ് ഭയങ്കര വേദന, കൊളുത്തി പിടിക്കുന്ന പോലെ വേദന, ശക്തമായി അടിവയറിനകത്ത് ഇങ്ങനെ ഈ എന്തെങ്കിലും വന്ന് ഇങ്ങനെ കടിച്ചു പിടിക്കുന്ന പോലെ വേദന. അങ്ങനെയാണ് ഇതിന് വയറുകടി എന്ന പേരും കൂടെ വന്നത്. ഇങ്ങനെ വിളിക്കപ്പെടുന്ന ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ് ഷിഗല്ല. ഇത് ഈ ഒരു സമയത്ത് ചില ഈ ബാക്ടീരിയ പൊട്ടിപ്പുറപ്പെടുന്ന സമയത്ത് ഇത് പടർന്നു പിടിക്കുകയും നമ്മളൊന്ന് നിയന്ത്രിച്ചു കഴിഞ്ഞാൽ, അതായത് കൃത്യമായിട്ട് ശുചിത്വം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാറുന്ന ഒരു ഇൻഫെക്ഷൻ മാത്രമാണ്. പക്ഷേ ഇത് എന്തുകൊണ്ട് ഗുരുതരമാണെന്നൊന്നും പറഞ്ഞുതരാം. കുട്ടികളെ ഇത് അഫക്റ്റ് ചെയ്യാൻ കാരണവും പറഞ്ഞുതരാം. സാധാരണഗതിയിൽ നമ്മുടെ ശരീരത്തിനകത്ത് ഒരു ബാക്ടീരിയ കയറി കഴിഞ്ഞാൽ ആ ബാക്ടീരിയ ഡെവലപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് ഒരളവിൽ കൂടുതൽ ഒരുമിച്ച് ശരീരത്തിലെത്തണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ രോഗപ്രതിരോധ കോശങ്ങൾ തന്നെ ഇതിനെ നശിപ്പിച്ചളയും. ഇത് ശരീരത്തിലേക്ക് എത്തുന്നത് ഫീക്കൽ ഓറൽ റൂട്ടാണ്. അതായത് മരത്തിൽ നിന്നും ഇത് ഏതെങ്കിലും തരത്തിൽ മനുഷ്യൻ്റെ വാ വഴി ഉള്ളിലേക്ക് എത്തുന്ന, മലം നേരിട്ട് കോൺടാക്റ്റ് ഒന്നും വേണ്ട, നമ്മുടെ ഈച്ചയില്ലേ, ഈച്ച സാറ് പോയിട്ട് ഇതിലൊക്കെ പോയി ഇരുന്ന് അത് നേരെ കൊണ്ടുവന്ന് നമ്മുടെ ഭക്ഷണത്തിനകത്തോ എല്ലാം വന്നിരുന്നിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വന്നിരുന്നിട്ടോ ഇതെല്ലാമാണ് ഇത് കൂടുതൽ മനുഷ്യരിലേക്ക് പകരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇത് പകർന്നു കഴിഞ്ഞാൽ സാധാരണ ഒരു വൈറൽ ലോഡ് വന്നു കഴിഞ്ഞാൽ അതിന് ഉയർന്ന അളവിലെത്തണം. ഇനി എത്തിയിരുന്നാൽ പോലും നമ്മുടെ ആമാശയത്തിനകത്തുള്ള ദഹനരസം ഇതിനെ അങ്ങ് നശിപ്പിച്ചളയുന്ന ഒരു ശേഷിയുണ്ട്. എന്നാൽ ഈ ഷിഗല്ല ബാക്ടീരിയയ്ക്ക് ഇതൊന്നും ബാധകമല്ല. ഇവൻ ഒരുപാടൊന്നും വേണ്ട, ഒരു 10-20 ബാക്ടീരിയ മാത്രം മതി ഇത് ഒരാളുടെ ശരീരത്തിലേക്ക് എത്തിക്കാൻ ഇൻഫെക്ഷൻ ഉണ്ടാക്കും. നമ്മുടെ ആമാശയത്തിനുള്ള ദഹനരസമൊന്നും ഇവനെ ബാധിക്കത്തില്ല. ഇവൻ നേരെ പോയിട്ട് കുടലിൽ പോയി അവിടെ പെറ്റുപെരുകാൻ തുടങ്ങും. ഏകദേശം 3 മുതൽ 4 ദിവസം അവിടെ ഇതിനൊരു ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട്. അത് കഴിയുമ്പോൾ ഇത് പെറ്റുപെരുകും. സാധാരണഗതിയിൽ ഒരു വൈറസ് അല്ലെങ്കിൽ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത് പുറപ്പെടുവിക്കുന്ന ചില ടോക്സിൻസ് ഉണ്ട്, വിഷകരമായിട്ടുള്ള. ആ ടോക്സിൻ്റെ എഫക്റ്റ് കൊണ്ടാണ് സാധാരണ പനിയും ഒരു ഇൻഫെക്ഷനും ഒക്കെ വരുന്നത്. എന്നാൽ ഷിഗല്ലയുടെ കളി അങ്ങനല്ല. ഷിഗല്ല ഈ ടോക്സിനും പ്രൊഡ്യൂസ് ചെയ്യും, അതേപോലെ തന്നെ വൻകുടലിനകത്തുള്ള ഈ കുടലിൻ്റെ ഭിത്തികളെ പോയി ഇത് ആക്രമിച്ച് അതിനകത്ത് അൾസർ ക്രിയേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഈ വയറിളക്കം വരുന്നതിൻ്റെ ഒപ്പം തന്നെ അതിനകത്ത് മലത്തിനകത്ത് രക്തം കാണുന്നു, കഫം കാണുന്ന ഈ ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇത് സാധാരണ കുട്ടികളെയാണ് ഇത് ഗുരുതരമായിട്ട് ബാധിക്കുന്നതിന് കാരണം. കുട്ടികൾക്ക് താരതമ്യേന അവർക്ക് രോഗപ്രതിരോധ ശേഷി കുറവായിരിക്കും. മഴക്കാലമല്ലേ, പെട്ടെന്ന് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല സ്കൂളുകളിൽ ഇത് പടരാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ശരീരത്തിനകത്തേക്ക് ഈ ബാക്ടീരിയ കയറി കഴിഞ്ഞാൽ ഈ ബാക്ടീരിയ മലത്തിലൂടെ പുറത്തേക്ക് തള്ളിക്കൊണ്ടേയിരിക്കും. സാധാരണ ഒരു 4-5 ദിവസത്തെ ഇൻഫെക്ഷൻ കഴിയുമ്പോൾ ശരീരം തന്നെ ഓട്ടോമാറ്റിക്കലി ബാക്ടീരിയകളെ ശരീരത്തിൽ നിന്നും പുറത്ത് കളയും. അങ്ങനെ ആ ഇൻഫെക്ഷൻ മാറും. പക്ഷേ ഈ ഇൻഫെക്ഷൻ മാറിയിരുന്നാലും ഈ ഒരാളിൽ നിന്ന്, അതായത് രോഗം ബാധിച്ച ആളിൽ നിന്നും 2 ആഴ്ച മുതൽ 1 മാസം വരെ ബാക്ടീരിയകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. അതായത് അസുഖം മാറി 1 മാസമായിരുന്നാലും അവർ ഈ രോഗം പരത്താൻ ശേഷിയുള്ളവരാണ്. അതാണ് ഈ ഷിഗല്ല ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തുരുതുരാ പടരുന്നത്. സ്കൂളുകളിലെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കുട്ടികൾക്ക് ഇപ്പോൾ വയറിളക്ക രോഗം ചെറുതായിട്ട് വന്നിരുന്നാലും ഇത് പലപ്പോഴും കുട്ടികൾക്ക് ഈ പറഞ്ഞ ശുചിത്വ മെത്തേഡുകൾ ശരിയായിട്ട് അറിയണമെന്നില്ല. പെട്ടെന്ന് തന്നെ പകരും. ഇപ്പോൾ ഒരാൾക്ക് വീട്ടിൽ വന്നാൽ ഒരു കുഞ്ഞിന് വന്നാൽ അടുത്ത കുഞ്ഞിനും പെട്ടെന്ന് വരാം. കാരണം ഒരേ ടോയ്ലറ്റ് ഉപയോഗിക്കുന്നുണ്ട്. കുട്ടികളുടെ ശരീരത്തിൽ നിന്ന് അവരിപ്പോൾ ഉപയോഗിക്കുന്ന സോപ്പ്, അവരുടെ ഇപ്പം പൈപ്പിൻ്റെ പിടി, ഇതിനകത്തെല്ലാം ഈ ബാക്ടീരിയകൾ പറ്റിപ്പിടിച്ച് അടുത്ത ആളിലേക്ക് വളരെ പെട്ടെന്ന് എത്തും. ഇല്ലെങ്കിൽ നമ്മുടെ ഈച്ച സാറ് കൊണ്ടുവന്ന് എത്തിക്കും. പണ്ട് കാലത്തെന്നൊക്കെ പറഞ്ഞാൽ ഈ വീട്ടിൻ്റെ അടുത്തുള്ള തുറസായ സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർ മലവിസർജനം നടത്തുമായിരുന്നു. ഇപ്പോഴും പൊതുവേ കേരളത്തിൽ എല്ലായിടും ടോയ്ലറ്റ് ആണെങ്കിൽ പോലും ഈ ടോയ്ലറ്റിനകത്ത് ശരിയായിട്ട് ഫ്ലഷ് ചെയ്തില്ലെങ്കിലോ ഇല്ലെങ്കിൽ സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകിയില്ലെങ്കിലോ ഇവരുടെ കയ്യിലെത്തുന്ന ഈ ബാക്ടീരിയകൾ ഇവർ പോയി എവിടെയൊക്കെ പിടിക്കും. ഇപ്പം കുഞ്ഞിന് ഇൻഫെക്ഷൻ ഉണ്ട്, കുഞ്ഞ് ഇത് കഴിഞ്ഞിട്ട് ശരിയായിട്ട് കൈ കഴുകാതെ പോയിട്ട് അടുത്തൊരു കുട്ടി
കുട്ടിയെ, ഇപ്പോൾ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ വേറൊരു കുട്ടിയെ പോയി പിടിക്കുന്നു, ഇല്ലെങ്കിൽ വീട്ടിൽ വേറെ ആളിനെ പോയി തൊടുന്നു, അവരുടെ ശരീരത്തിലേക്ക് ഈ ബാക്ടീരിയ എത്തുന്ന സാഹചര്യം ഉണ്ടാവും. ഇല്ലെങ്കിൽ ഈച്ച സാറ് പോയി ഇതിനകത്തൊക്കെ ഇരുന്നതിന് ശേഷം നേരെ പോയിട്ട് തൊട്ടടുത്തുള്ള തട്ടുകടയിൽ പോയി വടയുടെ പുറത്ത് പോയിരിക്കും, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഭക്ഷണത്തിൽ പോയിരിക്കും, ഇല്ലെങ്കിൽ അടുത്ത വീട്ടിലുള്ള ഏതെങ്കിലും തുറന്നു വെച്ചിരിക്കുന്ന ഭക്ഷണത്തിൽ പോയിരിക്കും. അങ്ങനെ ഈ ബാക്ടീരിയ ഈച്ച സാറ് വഴിക്കും മറ്റുള്ളവരിലേക്ക് പകരാം. ഇങ്ങനെ പടരുന്ന സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഈ ഷിഗല്ല ഇൻഫെക്ഷനെ ഈ ഒരു സമയത്ത് സൂക്ഷിക്കണം, ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. ഇൻഫെക്ഷൻ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ ഇതിന് എല്ലാ സിസ്റ്റത്തിലും മരുന്നുണ്ട്. അലോപ്പതിയിലാണെങ്കിൽ അവർ ആൻറ്റിബയോട്ടിക് കൊടുക്കും, ഹോമിയോപ്പതിയിലാണെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള മരുന്നുണ്ട്. മരുന്നെടുത്തു കഴിഞ്ഞാൽ 2 ദിവസത്തിനകത്ത് കുറയും. കാരണം ഇൻഫെക്ഷൻ്റെ തോത് പെട്ടെന്ന് കുറച്ചിട്ട് ഇൻഫെക്ഷൻ അങ്ങ് നോർമലാവും. ഭയപ്പെടേണ്ട സാഹചര്യം ഇതിനകത്ത് ഇല്ല. പക്ഷേ ഇത് എങ്ങനെയാണ് അപകടകാരിയാണെന്നറിയാമോ? ഒന്ന്, ഈ വയറിളക്കം വന്നു കഴിയുന്ന സമയത്ത് രോഗപ്രതിരോധ ശേഷി കുറവുള്ളവരാണെങ്കിൽ ഈ ആൾക്കാർ എന്ത് ചെയ്യും? വയറിളക്കമല്ലേ, നേരെ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് വയറിളക്കം പിടിച്ചു നിർത്താനുള്ള മരുന്നുകൾ വാങ്ങിച്ചു കൊടുക്കും. ശരീരത്തിൽ നിന്നും ഈ ബാക്ടീരിയകളെ പുറന്തള്ളുന്നതാണ് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയുടെ പ്രധാന മാർഗ്ഗം. വയറ്റിൽ നിന്നും മലം പുറത്തു പോകാതെ മലശോധന പിടിച്ചു നിർത്താനുള്ള, വയറിളക്കം പിടിച്ചു നിർത്താനുള്ള മരുന്ന് കൊടുത്താൽ എന്ത് സംഭവിക്കും? ഈ ബാക്ടീരിയകൾ കൂടുതൽ കുടലിനകത്ത് ഇൻഫെക്ഷൻ ഉണ്ടാക്കി ഒരു ബ്ലഡിലേക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്ത് മരണപ്പെടുന്ന സാഹചര്യം വരെ സംഭവിക്കുക. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് വയറിളക്കം ഉണ്ടോ, ഇല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിന് വയറിളക്കം ഉണ്ടോ, സ്വന്തമായിട്ട് മെഡിക്കൽ സ്റ്റോറിൽ പോയി ചികിത്സ ചെയ്യാൻ ഈ സമയത്ത് നിൽക്കരുത്. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഷിഗല്ല ഗുരുതരമാകുന്നതിൻ്റെ കാരണം. ഇല്ലെങ്കിൽ അത് വലിയ ശല്യം ചെയ്യില്ല. രണ്ടാമത്തത്, വയറിളക്കം ഉണ്ടെങ്കിൽ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്ന വെള്ളത്തിനെ തിരിച്ച് റീഹൈഡ്രേറ്റ് ചെയ്യുക, കൂടുതൽ വെള്ളം നൽകുക. വെറും വെള്ളം കൊടുക്കുന്നതിന് പകരം ഒന്ന് കഞ്ഞിവെള്ളം നൽകുക, ഇല്ലെങ്കിൽ ഇപ്പോൾ ഉപ്പൊഴിച്ച് നാരങ്ങ വെള്ളം നൽകാവുന്നതാണ്. കഞ്ഞിയോടുകൂടി ലൂസായിട്ട് ഫുഡ് കഴിക്കാൻ നോക്കുക. അധികം എണ്ണ ചേർത്ത സാധനങ്ങളോ മസാലകളോ ഒഴിവാക്കുക. അതോടൊപ്പം തന്നെ അമിതമായിട്ട് ക്ഷീണം ഉണ്ടെന്നുണ്ടെങ്കിൽ ORS സൊല്യൂഷൻ നൽകുക. ഇനി ORS ഇല്ലെങ്കിൽ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഒരു 2 ഗ്ലാസ് കഞ്ഞിവെള്ളത്തിനകത്ത് 4 ടീസ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കഴിഞ്ഞാൽ ORS സൊല്യൂഷൻ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം. ഇത് ഇടയ്ക്കിടയ്ക്ക് ധാരാളമായിട്ട് കൊടുക്കുക. ഇനി വല്ലാണ്ട് ക്ഷീണം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഡ്രിപ്പ് ഇടുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് ഒരുമാതിരി ഷിഗല്ല ഇൻഫെക്ഷനെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ പറ്റും. എന്നാലും ഇപ്പോൾ രോഗപ്രതിരോധ ശേഷി തീരെ കുറവുള്ള ആൾക്കാർ, ഇപ്പോൾ ഉദാഹരണത്തിന് വൃക്ക രോഗമുള്ള ആൾക്കാർ, ഇല്ലെങ്കിൽ കിഡ്നി രോഗമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ പ്രതിരോധശേഷി കുറയുന്ന അസുഖങ്ങളുള്ളവർ, ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരുന്ന കൊച്ചുകുട്ടികൾ, ഇവർക്കൊക്കെ ഒരുപക്ഷെ ഷിഗല്ല വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് തളർന്നു പോകും. ഇവർക്ക് ഒരുപക്ഷെ ഡ്രിപ്പോ ശരിയായിട്ട് മരുന്നുകളോ വേണ്ടി വരും. ഇതാണ് പൊതുവേ ഷിഗല്ലയുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രധാനമായിട്ടും ഇതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് ഇതിൻ്റെ ശുചിത്വ മെത്തേഡാണ്. അതായത് പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യാതിരിക്കുക. നിങ്ങൾ ചികിത്സിച്ചാലും ഇല്ലെങ്കിലും 7 മുതൽ 8 ദിവസം കൊണ്ട് ഇൻഫെക്ഷൻ സ്വയം മാറും. നമ്മുടെ പ്രതിരോധ കോശങ്ങൾ തന്നെ ഈ ബാക്ടീരിയകളെ ശരീരത്തിൽ നിന്നും പുറന്തള്ളി തീർക്കും. പക്ഷേ അസുഖം ബാധിച്ച ആളിൽ നിന്ന് മറ്റുള്ളവരേക്ക് പകരുന്നതിനെ ചെറുക്കുക എന്നുള്ളതാണ് പ്രധാനം. ഒന്ന്, നമുക്ക് ഈ വയറിളക്ക രോഗം ഷിഗല്ലയാണ് എന്ന്, അതായത് ബാക്ടീരിയൽ വയറിളക്കമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവർ കഴിയുന്നത്ര 2 ആഴ്ച മുതൽ 3 ആഴ്ച വരെ നല്ല ശുചിത്വം പാലിക്കണം. കാരണം ഇവരിൽ നിന്നും പകരാം, അസുഖം മാറിയാൽ പോലും പകരാനുള്ള ശേഷിയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ടോയ്ലറ്റിലേക്ക്, കക്കൂസ് എന്ന് പറയുന്നത് അത്യാവശ്യം അടച്ചുറപ്പുള്ളതായിരിക്കണം. ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഫ്ലഷ് ചെയ്യണം. നമ്മുടെ ഈച്ച സാറിന് അവസരം കൊടുക്കാതിരിക്കുക. അതേപോലെ തന്നെയാണ് മലശോധന കഴിഞ്ഞതിന് ശേഷം കൈ നന്നായിട്ട് സോപ്പിട്ട് വെള്ളത്തിൽ കഴുകണം. ഈ രോഗിയുടെ ഡ്രസ്സ് കംപ്ലീറ്റ് ഇപ്പോൾ ചെറു ചൂടുവെള്ളത്തിൽ മുക്കി വെച്ച് വാഷ് ചെയ്യുക, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അണുനശീനിയിൽ കഴുകുകയോ ചെയ്യുക. സാധാരണ നമ്മുടെ ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കുന്ന സാധാരണ ഇപ്പോൾ പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, ഇതിനകത്തെല്ലാം ഈ ബാക്ടീരിയ പറ്റിപ്പിടിച്ച് അവിടെ ഇരിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സമയത്ത് ഭക്ഷണം പുറത്ത് വെച്ചിരിക്കുന്ന അടച്ചു വയ്ക്കണം. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന സാധനങ്ങൾ, പ്രത്യേകിച്ച് പഴങ്ങളും പച്ചക്കറികളും ഒക്കെ എടുത്ത് നന്നായിട്ട് കഴുകിയിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഷിഗല്ലയെ നന്നായിട്ട് ചെറുക്കാൻ പറ്റും. ഭയപ്പെടേണ്ട കാര്യമില്ല. സപ്പോസ് ഇപ്പോൾ കുട്ടികൾക്ക് ഇൻഫെക്ഷൻ വന്നിരിക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വയറിളക്ക രോഗം വന്നിരിക്കട്ടെ, നേരെ ഓടിപ്പോയി നിങ്ങൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്നും വയറിളക്കം നിർത്താനുള്ള മരുന്ന് കഴിക്കരുത്. എന്തുകൊണ്ടാണ് ഇൻഫെക്ഷൻ വന്നതെന്ന് നോക്കി ആ ഇൻഫെക്ഷനെ ചികിത്സിച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നം ഈസി ആയിട്ട് മാറും. ഇനി ഈ സമയത്ത് കഴിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്ന്, നമ്മുടെ വീട്ടിൽ തന്നെ ഏത്തക്കയില്ലേ, ഒരല്പം ഏത്തക്കയുടെ പൊടി നിങ്ങൾ ഉപ്പിട്ട് കാച്ചിയിട്ട് കഴിക്കുകയോ, കൂവപ്പൊടിയില്ലേ ആരോ റൂട്ടിൻ്റെ പൗഡർ ഉപ്പിട്ട് കാച്ചി കഴിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ കുടലിനെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ, അതിനകത്ത് ഒരു സ്റ്റേബിൾ ഫുഡായിട്ട് നമുക്ക് പെട്ടെന്ന് ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട് സഹായിക്കും. അതോടൊപ്പം തന്നെ കഴിയുന്നത്ര എണ്ണ പലഹാരം, കരിച്ചു മൊരിച്ച പലഹാരങ്ങൾ, ബേക്കറി സാധനങ്ങളൊന്നും ഈ ഒരു സമയത്ത് കൊടുക്കാതിരിക്കുക. അതേപോലെ കരിക്കിൻ്റെ വെള്ളം നല്ലതാണ്, ഉപ്പൊഴിച്ച് കഞ്ഞിവെള്ളം നൽകുകയാണ്. 1 ലിറ്റർ വെള്ളത്തിൽ അര നാരങ്ങ പിഴിഞ്ഞത്, അല്പം ഉപ്പും ഒരല്പം പഞ്ചസാരയും ഇട്ട് കുടിക്കാൻ കൊടുക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ തന്നെ പൂർണ്ണമായും റെസ്റ്റും ചെയ്തെടുക്കുക. കാരണം ചെറിയ വയറിളക്കം അല്ലേ എന്നും പറഞ്ഞ് ഒരു ഗുളികയും കൊടുത്ത് ഈ കുഞ്ഞിനെ സ്കൂളിലേക്ക് വിടുന്ന പരിപാടി ഒരു മാതാപിതാക്കളും കാണിക്കരുത്. ഇൻഫെക്ഷൻ മാറുന്നവരെ ശ്രദ്ധിക്കുക, സമാധാനമായിട്ടിരിക്കുക. എന്നല്ലാതെ ഇപ്പോൾ ഷിഗല്ല എന്ന് കരുതി അയ്യോ ഭയപ്പെട്ട് ഇത് പടരുമോ എന്ന് പാനിക് ആവേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല. ശുചിത്വ മാർഗ്ഗങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ
തന്നെ നമുക്ക് ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റും. ഇത് എല്ലാ മാതാപിതാക്കളുടെയും അതുപോലെ എല്ലാ മലയാളികളുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. എന്താണ് യഥാർത്ഥത്തിൽ ഷിഗല്ല എന്നും ഇതിൻ്റെ മാർഗ്ഗങ്ങളും എല്ലാവരും ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.